ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അയാൾക്ക് ചോദ്യങ്ങളില്ല എന്നല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. അതൊരാളുടെ ആന്തരിക സംഘർഷങ്ങളിൽ അയാൾ നിരന്തരം സ്വർഗത്തോട് ചോദ്യം ചോദിക്കണം. ദൈവത്തോട് ചിലപ്പോൾ കലഹത്തോളം എത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. അത് നമ്മുടെ യാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സഭാ സമൂഹത്തിലും ഇടവകയിലും സൺഡേ സ്കൂൾ ക്ലാസ് റൂംസിലും ഒക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. യൂത്തിന് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ലെന്നല്ല, മറിച്ച് അവർ ആഗ്രഹിക്കുന്നു. അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ ചോദ്യങ്ങളെ ഭയക്കാതിരിക്കും. ദൈവം പോലും മറിയത്തിന് ചോദ്യം ചോദിക്കാൻ, അസ്വസ്ഥയാകാൻ ഒരു സമയം കൊടുത്തു. ആ ചോദ്യങ്ങളുടെ അപ്പുറത്താണ് അവരുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ആരും ഓർത്തേക്കരുത്, മാലാഖ ഇങ്ങോട്ട് വരുന്നു, ഗബ്രിയേൽ മാലാഖ വരുന്നു, ഉടനെ മറിയം എന്ന പെൺകുട്ടി മുട്ടുമ്മ വീണ് ഇതാ കർത്താവിന്റെ ദാസി. അങ്ങനൊന്നും അല്ല. ആദ്യത്തെ മറിയത്തിന്റെ റിയാക്ഷൻ അസ്വസ്ഥയായി. നമുക്കൊക്കെ അവകാശമുണ്ടെന്നേ. ചില നിയോഗങ്ങൾ സ്വർഗം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഒന്ന് പെടയാൻ, ഒന്ന് അസ്വസ്ഥരാകാൻ മറിയത്തിന് കഴിഞ്ഞെങ്കിൽ, മറിയത്തിന് സാധിച്ചെങ്കിൽ നമുക്കും അതിന് അവകാശമുണ്ട്. അസ്വസ്ഥയാകുന്നു, ചിന്തിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ഈ ഫേസാണ്, ഈ സ്ട്രഗിളിംഗ് ഫേസ്. ഇതിന്റെ ഭാഗമാണ്. എളുപ്പത്തിൽ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് ചാടി കയറി യെസ് പറയാനൊന്നും പറ്റുകയില്ല. ഇനി ഈ ദൈവവിളിയുടെ ഒരു രഹസ്യം പറയട്ടെ, മിസ്റ്ററി ഓഫ് ഡിവൈൻ കോളിംഗ്. ദൈവം ആരെയും നിർബന്ധിക്കുകയല്ല കേട്ടോ, ഒരാളെയും പിടിച്ചു വലിച്ച് ഈ പണിക്ക് കൊണ്ടുവരികയല്ല. കാരണം വെച്ചാൽ ദൈവം നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നുണ്ടോ. നിനക്ക് നോയാണെങ്കിൽ കർത്താവോട് വെയിറ്റ് ചെയ്യും. നിന്റെ പടിവാതിൽക്കൽ, നിന്റെ ഹൃദയ കവാടത്തിങ്കൽ കർത്താവ് ഇങ്ങനെ വന്ന് നിൽക്കും. നിന്റെ ഒരു യെസിന് വേണ്ടി കാത്തു നിൽക്കും. ഈ മംഗളവാർത്ത അറിയിച്ചില്ലേ ഗബ്രിയേൽ മാലാഖ വന്നിട്ട്? സ്വർഗത്തിന്റെ പദ്ധതി മറിയത്തെ അറിയിച്ചില്ലേ? അപ്പൊ ഈ ഒരു സംഘർഷത്തിന്റെ നേരെയില്ല, ഒരു ഇടവേളയില്ലേ? ഈ ഇടവേളയിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സ്തബ്ധരായി നോക്കി നിന്നു. ആദം മുതൽ ഇന്നോളമുള്ള ജനിച്ച് ജീവിച്ചു മരിച്ചുപോയ സകല മനുഷ്യരും മറിയത്തിലേക്ക് നോക്കി നിൽക്കുക. കാരണം മറിയത്തിന്റെ ഒരു യെസ് ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ പോവാണ്. ഈ ഒരു ഘട്ടത്തിലുണ്ടല്ലോ, ഇത്തരം ഒരു ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നമ്മളിൽ നടക്കും. ത്രിത്വം നമ്മൾ അനുഭവിക്കുന്ന നേരമാണത്. പിതാവാണ് നിയോഗം അയക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ പൊതിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോൾ പുത്രൻ വചനമാണ് നമ്മളിൽ മാംസരൂപം എടുക്കുന്നത്. ത്രിത്വം പ്രവർത്തിക്കുന്ന നേരമാണ്. 100,000 കാര്യങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിച്ച് ഈ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് കൊണ്ട് മാറി നിൽക്കുന്ന കുട്ടികളുണ്ട്. ദൈവം നിനക്കൊരു നിയോഗം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ പോകാൻ പറയണം. നിന്നെ ഉയർത്താൻ തീരുമാനിക്കുന്നത് കർത്താവാണെങ്കിൽ തടയാൻ ലോകത്തിനോ മനുഷ്യർക്കോ കഴിയില്ലെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് ഇനി ഭയം വേണ്ടെന്ന് കർത്താവിനോട് യെസ് പറയാൻ